നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ നഗരസഭയുടെ അവഗണന. നഗരമധ്യത്തിലെ ചിൽഡ്രൻസ് പാർക്ക് നാശത്തിന്റെ വക്കിൽ. അവധിക്കാലം ആഘോഷിക്കാൻ കാത്തിരുന്ന കുട്ടികൾ കളിസ്ഥലമില്ലാതെ നിരാശയിൽ. പാർക്ക് നവീകരിച്ച് ഉപയോഗപ്രദമാക്കണമെന്ന ആവശ്യം ശക്തം. ഓടയിൽ നിന്നുള്ള മലിനജലം റോഡിലേക്ക് ഒഴുകുന്നു. മൂവാറ്റുപുഴ പേട്ട റോഡിൽ കാൽനടയാത്ര ദുസ്സഹം. യാത്രക്കാർ ദുരിതത്തിൽ. നഗരസഭ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൈനാപ്പിൾ കർഷകനുള്ള പൈനാപ്പിൾ ശ്രീ 2026 അവാർഡ് അർഹനായി ഏനാനെല്ലൂർ സ്വദേശി സിബി ജോർജ്. ഓൾ കേരള പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷനാണ് അവാർഡ് ഏർപ്പെടുത്തിയത്. അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചതിൽ സന്തോഷമെന്ന് സിബി. മുറിക്കല്ല് പാലത്തിന്റെ ഗതികേടിലേക്ക് പെരുമറ്റം പാലവും. പണി കഴിഞ്ഞിട്ടും പൂർണ്ണമായും ഉപയോഗിക്കാനാകാതെ നവീകരിച്ച പാലം. അപ്രോച്ച് റോഡിന്റെ പണി ഇടയുന്നതാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നത്. പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്ന് നാട്ടുകാർ. CPM പായിപ്പറ സൊസൈറ്റി പടി ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന AM കുഞ്ഞുബാവയെ അനുസ്മരിച്ച CPM 34ാമത് അനുസ്മരണ സമ്മേളനം നടത്തി. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. അടൂപ്പറമ്പ് ഫുട്ബോൾ ക്ലബ്ബ്. അടൂപ്പറമ്പ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം. രണ്ടാർക്കര കുന്നുംപുറം മൈതാനിയിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. 8 ടീമുകൾ മാറ്റുരയ്ക്കും. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ നഗരസഭയുടെ അവഗണന. നഗരമധ്യത്തിലെ ചിൽഡ്രൻസ് പാർക്ക് നാശത്തിന്റെ വക്കിൽ. അവധിക്കാലം ആഘോഷിക്കാൻ കാത്തിരുന്ന കുട്ടികൾ കളിസ്ഥലമില്ലാതെ നിരാശയിൽ. മൂവാറ്റുപുഴ നഗരമധ്യത്തിലെ ചിൽഡ്രൻസ് പാർക്ക് നഗരസഭയുടെ കടുത്ത അവഗണനയെ തുടർന്ന് നാശത്തിന്റെ വക്കിലായതോടെ വേനലവധി ആഘോഷിക്കാനെത്തുന്ന കുട്ടികൾ നിരാശയിൽ. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിലുള്ള ചിൽഡ്രൻസ് പാർക്കാണ് അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാതെ തകർന്ന നിലയിലായിരിക്കുന്നത്. കുട്ടികൾക്കായുള്ള പാർക്കിനുള്ളിൽ കാട് കയറിയ നിലയിലും ഊഞ്ഞാലുകളും സ്ലൈഡുകളും ഉൾപ്പെടെ ഭൂരിഭാഗം കളി ഉപകരണങ്ങളും തുരുമ്പെടുത്ത് നശിച്ച നിലയിലുമാണ്. അവധിക്കാലം ആഘോഷിക്കാൻ കാത്തിരുന്ന കുട്ടികൾക്ക് മൂവാറ്റുപുഴ നഗരത്തിൽ കളിസ്ഥലമില്ലെന്നത് പ്രതിഷേധാർഹമാണ്. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയും പ്രവേശന ഫീസായി ഈടാക്കുന്ന പാർക്കിൽ യാതൊരു സൗകര്യങ്ങളും ലഭ്യമല്ല. പാർക്കിൽ 4 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച താമരക്കുളവും ഏറുമാടവും നാമാവശേഷമായിരിക്കുകയാണ്. ഇതിനെല്ലാം പുറമെ പാർക്കിനുള്ളിലെ ലൈറ്റുകൾ കത്താത്തതിനെ തുടർന്ന് സന്ധ്യയാകുന്നതോടെ പാർക്ക് ഇരുട്ടിലാണെന്നും പരാതിയുണ്ട്. കുട്ടികളെ കൂടാതെ വിശ്രമവേളകൾ ചെലവഴിക്കാൻ നിരവധി മുതിർന്നവരും പാർക്കിലെത്തിയിരുന്നു. എന്നാൽ ഇരിപ്പിടങ്ങൾ തകരുകയും പ്രദേശം കാടുപിടിക്കുകയും ചെയ്തതോടെ മുതിർന്നവരും പാർക്കിലേക്ക് എത്താതായി. കച്ചേരിത്താഴത്ത് വരാനിരിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം പാർക്കിനെ ബാധിക്കുമെന്നതിനാലാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതെന്നാണ് നഗരസഭ അധികൃതരുടെ വാദം. നഗരത്തിലെ നഗരസഭയുടെ തന്നെ അധീനതയിലുള്ള ഡ്രീംലാൻഡ് പാർക്കിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല. അവധിക്കാലം ആഘോഷിക്കാനിരിക്കുന്ന മൂവാറ്റുപുഴയിലെ കുട്ടികളോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിച്ച് പാർക്ക് നവീകരിച്ച് ഉപയോഗപ്രദമാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. പേട്ട റോഡിലൂടെയുള്ള യാത്ര കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. റോഡിനോട് ചേർന്നുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ മലിനജലം റോഡിലേക്ക് ഒഴുകിയിറങ്ങുന്നതാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. പേട്ട റോഡിലൂടെയുള്ള യാത്ര കാൽനട യാത്രക്കാർക്ക് ദുരിതമാകുന്നു. നിരവധി യാത്രക്കാർ ആശ്രയിക്കുന്ന പേട്ട റോഡിനോട് ചേർന്നുള്ള ഭിത്തിയിലെ സുഷിരങ്ങളിലൂടെ മലിനജലം റോഡിലേക്ക് ഒഴുകിയിറങ്ങുന്നതാണ് ദുരിതമാകുന്നത്. മലിനജലം ഒഴുകുന്നത് മൂലം കാൽനട യാത്രക്കാർക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡിൽ കെട്ടിക്കിടക്കുന്ന മലിനജലം വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ യാത്രക്കാരുടെ ദേഹത്തേക്ക് തെറിക്കുന്നതും പതിവായിരിക്കുകയാണ്. ഓടയിലെ തടസ്സമോ അശാസ്ത്രീയമായ നിർമ്മാണമോ ആണ് ഈ അവസ്ഥയ്ക്ക് പിന്നിലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. മഴക്കാലം എത്തുന്നതിന് മുൻപെങ്കിലും പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നും മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് തടയാൻ നഗരസഭ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൈനാപ്പിൾ കർഷകനുള്ള പൈനാപ്പിൾ ശ്രീ 2026 അവാർഡ് നേടി ഏനാനെല്ലൂർ സ്വദേശി സിബി ജോർജ്. ഓൾ കേരള പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ 2 വർഷത്തിൽ ഒരിക്കൽ നൽകുന്ന അവാർഡാണ് യുവ കർഷകനായ ഏനാനെല്ലൂർ സ്വദേശി കദളിക്കാട്ടിൽ സിബി ജോർജിന് ലഭിച്ചത്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പൈനാപ്പിൾ കർഷകനുള്ള പൈനാപ്പിൾ ശ്രീ 2026 അവാർഡ് നേടി ഏനാനെല്ലൂർ സ്വദേശി സിബി ജോർജ്. ഓൾ കേരള പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ 2 വർഷത്തിലൊരിക്കൽ നൽകുന്ന അവാർഡാണ് യുവ കർഷകനും വാഴക്കുളത്തെ മന്ന പൈനാപ്പിൾസ് സ്ഥാപന പാർട്ണറുമായ ഏനാനെല്ലൂർ സ്വദേശി കദളിക്കാട്ടിൽ സിബി ജോർജിന് ലഭിച്ചത്. 400 ഏക്കറിലാണ് സിബി പൈനാപ്പിൾ കൃഷി ചെയ്യുന്നത്. കർഷക കുടുംബത്തിൽ ജനിച്ച് ചെറുപ്പം മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്ന സിബി 25 വർഷമായി കാർഷിക രംഗത്ത് സജീവമാണ്. കൃഷിയിൽ വിജയത്തിലെത്താൻ സാധിച്ചതിലും അവാർഡ് കരസ്ഥമാക്കാൻ സാധിച്ചതിലും സന്തോഷമുണ്ടെന്ന് സിബി പറഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും നല്ല പൈനാപ്പിൾ കൃഷികളുടെ അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. ഓൾ കേരള പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷന്റെ
പ്രസിഡന്റ് ജെയിംസ് തോട്ടുമാരിക്കൽ ഇന്നലെയാണ് അവാർഡ് കിട്ടിയതായിട്ട് അറിയിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തത്. ഇത്രയും നാളത്തെ കൃഷിയിൽ ചെയ്തതിൽ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഈ അവാർഡ് കിട്ടിയത്. ഇത് ഞാൻ പറഞ്ഞൊരു വ്യക്തിക്കല്ല, എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ, എൻ്റെ പാർട്ട്നേഴ്സ്, എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എല്ലാവരുടെയും കൂടിയുള്ള ഒരു വിജയമായിട്ട് ഞാനിത് കാണുന്നു. ഞാനെൻ്റെ ഒരു വ്യക്തിപരമായ വിജയമായിട്ട് ഞാനിത് കാണുന്നില്ല. നിലവിൽ എനിക്ക് ഇത്രയും നാളുള്ള പരിശ്രമങ്ങൾക്ക് കിട്ടിയ വലിയൊരു ബഹുമതിയായിട്ട് ഞാനിത് കാണുന്നു. അതിയായ സന്തോഷമുണ്ട്. കൃഷി ഓഫീസർ ഉൾപ്പെടെയുള്ള സംഘം കൃഷി രീതികൾ വിലയിരുത്തിയാണ് സിബിയെ അവാർഡ് ജേതാവായി തെരഞ്ഞെടുത്തതെന്ന് ഓൾ കേരള പൈനാപ്പിൾ ഫാർമേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജെയിംസ് തോട്ടുമാരിക്കൽ പറഞ്ഞു. ശ്രീ സിബി ജോർജ് ഈ തവണത്തെ മികച്ച കർഷകനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിന് തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡങ്ങൾ നമ്മൾ വാഴക്കുളവും ആവോലിയും ഈ കല്ലൂർക്കാടും ഉൾപ്പെടുന്ന കൃഷിഭവനിലെ കൃഷി ഓഫീസർമാരും അതുപോലെ തന്നെ പൈനാപ്പിൾ ഗവേഷണ കേന്ദ്രത്തിലെ സയൻറ്റിസ്റ്റുമാണ് അതിന് മാർക്കിടുകയും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്. അപേക്ഷ സ്വീകരിക്കുകയും അപേക്ഷയുടെ ഡീറ്റെയിൽസ് വെച്ച് നമ്മൾ മറ്റു കാര്യങ്ങൾ അവരെ ലഭിക്കുകയും അനുയോജ്യമായ സമയങ്ങളിൽ കർഷകരെ കൂട്ടി അവിടെ പോകുന്നു, തോട്ടം പരിശോധിക്കുന്നു, കർഷകരുടെ കൃഷിയുടെ പ്രാവീണ്യവും പേഴ്സണലായിട്ട് ഇൻ്റർവ്യൂ ഉണ്ട്, വളപ്രയോഗങ്ങൾ, മറ്റ് കൃഷി രീതികളെല്ലാം വിലയിരുത്തിയാണ് മാർക്കിടുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്നതും പൈനാപ്പിൾ ചെയ്യുന്നതും മറ്റു കൃഷികൾ ചെയ്യുന്നതും കർഷകർ എപ്പോഴും കൃഷിയിൽ മാത്രം വളരെ ശ്രദ്ധ ചെലുത്തുമ്പോൾ വ്യത്യസ്തമായ രീതിയിലാണ് സിബി ചെയ്യുന്നത്. കാരണം ഞാൻ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നം വിൽക്കാനുള്ള വിപണനം കൂടി അതിനുള്ള ഒരു രീതിയും കൂടെ പുള്ളി ഒരുക്കുന്നത്. കാരണം സ്വന്തം ഉൽപ്പന്നം മറ്റൊരാളെ ആശ്രയിക്കാതെ വിൽക്കാനുള്ള സംവിധാനം പുള്ളി ഒരുക്കിക്കൊണ്ടാണ്. കാരണം അതാണ് ഏറ്റവും കർഷകന് വേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം. ഞാൻ ഉൽപ്പാദിക്കുന്ന എന്ത് സാധനമാണെങ്കിലും ഒരു നല്ലൊരു ശതമാനം 90% കർഷകരും കൃഷിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ വ്യത്യസ്തമായി നിന്നുകൊണ്ട് തന്നെ സ്വന്തം ഉൽപ്പന്നം വിദേശ രാജ്യങ്ങളിൽ വരെ വിൽക്കാനും അതുപോലെ തന്നെ അതിന് വിപണികളിൽ വിൽക്കാനുള്ള ആർജവം കാണിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത ഒരാളാണ്. ഈ അവസാനം അവാർഡ് ദാനം നടത്തണം എന്ന് തന്നെയാണ് ജനങ്ങളിലുള്ള ഉദ്ഘാടനം അവാർഡ് ദാനം നടത്തണമെന്ന് വിചാരിക്കുകയാണ്. പാട്ടത്തിനടുത്ത് 400 ഏക്കറിലെ പൈനാപ്പിൾ കൃഷിക്ക് പുറമെ 75 ഏക്കറിൽ സിബി റംബൂട്ടാനും കൃഷി ചെയ്യുന്നുണ്ട്. ഭാര്യ ഗ്രീഷ്മയും 4 മക്കളും എല്ലാവിധ പിന്തുണയുമായി സിബിയുടെ കൂടെയുണ്ട്. MCS Hospital, we take care of your health. മുറിക്കല്ല് പാലത്തിന്റെ ഗതികേടിലേക്ക് പെരുമറ്റം പാലവും പണി കഴിഞ്ഞിട്ടും പൂർണ്ണമായും ഉപയോഗിക്കാനാവാതെ നവീകരിച്ച പാലം. വർഷങ്ങളായുള്ള കാത്തിരിപ്പിനൊടുവിൽ പെരുമറ്റം പാലം വീതി കൂട്ടി നിർമ്മിച്ചെങ്കിലും അപ്രോച്ച് റോഡിന്റെ പണി ഇഴയുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. നിർമ്മാണം പൂർത്തിയായിട്ടും ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്ത മൂവാറ്റുപുഴയിലെ തന്നെ മുറിക്കല്ല് പാലത്തിന്റെ അതേ അവസ്ഥയിലേക്കാണോ പെരുമറ്റം പാലവും നീങ്ങുന്നതെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായാണ് പെരുമറ്റം പാലം നവീകരിച്ചത്. 8 പതിറ്റാണ്ട് പഴക്കമുണ്ടായിരുന്ന പഴയ പാലത്തിന് വെറും 8 മീറ്റർ മാത്രമായിരുന്നു വീതി. റോഡ് വികസിച്ചെങ്കിലും പാലത്തിന്റെ വീതി കുറവായത് ഈ മേഖലയിൽ കനത്ത ഗതാഗത കുരുക്കിന് കാരണമായിരുന്നു. വിഷയത്തിൽ ഡീൻ കുര്യാക്കോസ് MP ഇടപെടുകയും ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി അലൈൻമെന്റിൽ മാറ്റം വരുത്തുകയുമായിരുന്നു. ഇതോടെ പാലത്തിന്റെ വീതി 5 മീറ്റർ കൂടി വർദ്ധിപ്പിച്ച് 13 മീറ്ററായി ഉയർത്തി നിർമ്മാണം പൂർത്തിയാക്കി. ആനയെ വാങ്ങിയിട്ടും തോട്ടി വാങ്ങിക്കാത്ത അവസ്ഥ പോലെ പാലം പണി പൂർത്തിയായെങ്കിലും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചമട്ടാണ്. നിർമ്മാണ സാമഗ്രികളും മറ്റും പാലത്തിൽ തന്നെ കിടക്കുന്നത് യാത്രക്കാർക്ക് വെല്ലുവിളിയാകുന്നു. പാലം പണി പൂർത്തിയായിട്ടും വർഷങ്ങളായി അപ്രോച്ച് റോഡ് ഇല്ലാത്തതിന്റെ പേരിൽ ഗതാഗതയോഗ്യമാകാത്ത മുറിക്കല്ല് പാലം മൂവാറ്റുപുഴയുടെ വികസന മുരടിപ്പിന്റെ അടയാളമായി മാറിയിരുന്നു. മൂവാറ്റുപുഴയിലെ മുറിക്കല്ല് പാലം ഇന്ന് കേരളത്തിന് തന്നെ പരിഹാസമായി മാറിയ ഒന്നാണ്. ആ ഒരു പാരമ്പര്യം പെരുമറ്റത്തും ആവർത്തിക്കപ്പെടുമോ എന്നാണ് ഇപ്പോൾ നാട്ടുകാരുടെ പേടി. മുളവൂരിൽ നിന്ന് ഉത്ഭവിച്ച് മൂവാറ്റുപുഴയിൽ ചേരുന്ന കടവമ്പാട് തോട്ടിലെ മനോഹരമായ വെള്ളച്ചാട്ടത്തിന് മുകളിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഈ വെള്ളച്ചാട്ടം. പ്രകൃതി ഭംഗി ഒട്ടും ചോർന്നു പോകാതെയാണ് പുതിയ പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പാലത്തിലെ നിർമ്മാണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്നും അപ്രോച്ച് റോഡിന്റെ പണി എത്രയും വേഗത്തിൽ പൂർത്തിയാക്കി പാലം ഗതാഗതത്തിനായി തുറന്നു കൊടുക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. CPM പായിപ്ര സൊസൈറ്റി പടി ബ്രാഞ്ച് സെക്രട്ടറിയും പായിപ്ര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന AM കുഞ്ഞുബാവയുടെ 34ാമത് അനുസ്മരണ സമ്മേളനം നടത്തി. CPM ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് അനീഷ മാത്യു ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം R സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. 100 കണക്കിന് പേർ പങ്കെടുത്ത പ്രകടനത്തിന് ശേഷം പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് അനുസ്മരണ സമ്മേളനം ആരംഭിച്ചത്. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. അടൂപ്പറമ്പ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അടൂപ്പറമ്പ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് രണ്ടാർക്കര കുന്നുംപുറം മൈതാനിയിൽ തുടക്കം.
8 പ്രമുഖ ടീമുകളാണ് ലീഗ് കിരീടത്തിനായി മൈതാനത്ത് മാറ്റുരയ്ക്കുന്നത്. അടൂപ്പറമ്പ് ഫുട്ബോൾ ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അടൂപ്പറമ്പ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ ടൂർണമെന്റിന് രണ്ടാർകര കുന്നുംപുറം മൈതാനിയിൽ തുടക്കമായി. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം സീനിയർ ഫുട്ബോൾ താരം ഷഫീഖ് കെ നിർവഹിച്ചു. എട്ട് പ്രമുഖ ടീമുകളാണ് ലീഗ് കിരീടത്തിനായി മൈതാനത്ത് മാറ്റിയിരിക്കുന്നത്. ലീഗ് മത്സരങ്ങൾക്ക് പുറമെ ആവേശകരമായ അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇരുപത്തിയേഴ് മുതൽ ആരംഭിക്കുന്ന സെവൻസ് ടൂർണമെന്റിലെ ജേതാക്കൾക്ക് 1 ലക്ഷം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 50,000 രൂപയുമാണ് സമ്മാനമായി നൽകുന്നത്. കായിക രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ മികച്ച സാമൂഹിക പ്രവർത്തനങ്ങളും അടൂപ്പറമ്പ് ഫുട്ബോൾ ക്ലബ്ബ് നടത്തിവരുന്നുണ്ട്. ഈ ടൂർണമെന്റിന് ശേഷം നമ്മൾ അഖില കേരള സെവൻസ് ടൂർണമെന്റ് തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഐക്യം നിലനിൽക്കണമെങ്കിൽ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട്. നമ്മുടെ അടൂപ്പറമ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക പ്രദേശങ്ങളിലെ എല്ലാ ഐക്യം നിലനിർത്തണമെങ്കിലും നിങ്ങളെല്ലാവരും സജീവമായിട്ട് ഈ ടൂർണമെന്റിന് മാത്രമല്ല വരുന്ന അഖില കേരള സെവൻസ് ടൂർണമെന്റിന് എല്ലാവരും വേണം. അടുത്ത വർഷം തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെയൊന്നും ആയിരിക്കില്ല, വളരെ മികച്ച രീതിയിലുള്ള പ്ലാനിംഗ് ആയിരിക്കും നമ്മൾ നടത്തുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് സുധീർ ടി എച്ച് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുധീർ ടി എം, ചെയർമാൻ ഷാജി കെ ഇ, പ്രോഗ്രാം കോർഡിനേറ്റർ ഷഫാൻ വി എസ്, നിഷാദ് കെ യു തുടങ്ങിയവർ പ്രസംഗിച്ചു. കൺവീനർ സാലിഹ് വി എച്ച്, ട്രഷറർ അജിൻ ചക്കരക്കാട്ടിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പൈങ്ങോട്ടൂർ കുരിശിങ്കൽ KM സേവ്യർ നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 3 സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ. ഭാര്യ റോസ്ലിൻ കല്ലൂർക്കാട് റാത്തപ്പള്ളി. കല്ലൂർക്കാട് വാഴക്കാലക്കണ്ടം ഓടയ്ക്കൽ ചാക്കോയുടെ ഭാര്യ മേരി നിര്യാതയായി. സംസ്കാരം ശനിയാഴ്ച 2 സെന്റ് അഗസ്റ്റിൻസ് പള്ളിയിൽ നടത്തപ്പെട്ടു. പരേത നാഗപ്പുഴ കുഴികണ്ണിയിൽ കുടുംബാംഗമാണ്. മക്കൾ മനോജ്, മെർലി, മിലാഷ്, മെൽബി. മരുമക്കൾ മീൻകുന്നം പരപ്പനാട്ട് ബിന്ദു, ചെലവുതടത്തിൽ സിജി, അമയപ്ര മാങ്കുഴിയിൽ പോൾ. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.